India is Bharat and not India is India. കുറെ കാലമായല്ലേ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണോ അതോ ഭാരതം എന്നാണോ? ഇതിനുത്തരം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെയുണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 1 നമ്മളോട് ചർച്ച ചെയ്യുന്നത്. ആർട്ടിക്കിൾ 1 മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. അതെന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? അപ്പൊ ഇന്ത്യ ആരാ? നമ്മള്. ഭാരതമോ? അതും നമ്മള്. അതൊരു നീണ്ട കഥയാ. ഈ സ്വതന്ത്ര ഭാരതം ജനിച്ച ഒരു ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് ഈ പേരിനെ ചൊല്ലി തർക്കം ഉണ്ടായപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇന്ത്യ എന്ന പേര് മതി എന്ന് പറഞ്ഞു. അതിഷ്ടാവാത്ത മറ്റൊരു സെക്ഷൻ ഓഫ് മെമ്പേഴ്സ് ട്രഡീഷണൽ പേരായ ഭാരത് എന്ന് മതി എന്ന് പറഞ്ഞു. പരിഷ്കാരിയായ ഇന്ത്യയെ പരമ്പരാഗത ചിന്താഗതിക്കാരും ട്രഡീഷണൽ ഭാരത്തെ മോഡേൺ ഇന്ത്യക്കാരും അംഗീകരിച്ചില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രണ്ടുപേരെയും പിണക്കാതെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന പേര് സ്വീകരിച്ചു. കോൺസ്റ്റിറ്റ്യൂഷനിലും അങ്ങനെ മെൻഷൻ ചെയ്താണ് ഈ തർക്കം അവസാനിപ്പിച്ചത്. ഇത്തരത്തിൽ ഡ്രാഫ്റ്റ് ചെയ്ത ആർട്ടിക്കിൾ 1 രണ്ട് കാര്യങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, രാജ്യത്തിന്റെ പേരിനെ പറ്റിയാണ്. രണ്ടാമത്തെ കാര്യം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പോളിറ്റി എങ്ങനെയുള്ളതാണെന്നാണ്. ഇപ്പൊ ടൈപ്പ് ഓഫ് പോളിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ വരാം. ഒന്നാമത്തത് അമേരിക്കയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഒരുപാട് സ്റ്റേറ്റുകൾ ചേർന്നുകൊണ്ട് ഒരു എഗ്രിമെന്റിന്റെ ഫലമായി ഒരു രാജ്യമായി രൂപീകരിക്കുന്ന ഒരു ഫെഡറേഷൻ ആണ്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്നത് യൂണിയൻ എന്നൊരു കോൺസെപ്റ്റ് ആണ്. ഇവിടെ ഇന്ത്യ എന്ന ഒറ്റ രാജ്യമാണ്, ഒരു എൻറ്റിറ്റി ആണ്. ഇവിടെ ഒരു എഗ്രിമെന്റിന്റെ പുറത്തല്ല, പകരം അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി മാത്രം സംസ്ഥാനങ്ങളായി വിഭജിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രീതിയാണുള്ളത്. ഇവിടെ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യ യൂണിയനിൽ നിന്നും വിട്ട് സ്വതന്ത്രമായ ഒരു എൻറ്റിറ്റി ആവാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല. ഇവയ്ക്ക് പുറമെ ടെറിട്ടറി എന്നൊരു കോൺസെപ്റ്റ് കൂടി ആർട്ടിക്കിൾ 1 എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് കാണാം. നമുക്കറിയാം ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം 1 കീഴിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഇവിടെ യൂണിയൻ എന്ന ടേം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൽ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. 28 സംസ്ഥാനങ്ങൾ കറന്റ്ലി ഉണ്ട്. ഇവ ചേരുന്നതാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. എന്നാൽ ടെറിട്ടറി എന്ന ആ ഒരു പദം കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കാണേണ്ടത്. അതായത് ഇന്ത്യയുടെ അധീനതയിലുള്ള സ്ഥലങ്ങൾ, അതിൽ സംസ്ഥാനങ്ങളുണ്ട്, യൂണിയൻ ടെറിട്ടറികളുണ്ട്. ഭാവിയിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ അക്വയർ ചെയ്യുകയാണെങ്കിൽ ആ സ്ഥലങ്ങളും ഈ ടെറിട്ടറി ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നതായിരിക്കും. ഇവയ്ക്ക് പുറമെ മറ്റു രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ എംബസികൾ, ഇന്ത്യൻ എയർക്രാഫ്റ്റിന്റെ ഉൾവശം, നേവൽ ഷിപ്പുകളുടെ ഉൾവശം എല്ലാം ഇന്ത്യൻ ടെറിട്ടറിയിൽ പെടുന്നതാണ്. നമ്മൾ മറ്റൊരു രാജ്യത്തിന് മുകളിലൂടെ ചിലപ്പോൾ ഫ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇരിക്കുന്നത് ഇന്ത്യൻ എയർലൈൻസിന് ഉള്ളിലാണെങ്കിൽ, എയർ ഇന്ത്യ പോലെ ഇന്ത്യൻ എയർലൈൻസിനുള്ളിലാണ്, നമ്മൾ ഇന്ത്യൻ ടെറിട്ടറിയിലാണ് നിൽക്കുന്നത് എന്നാണ് ആ ഒരു വെപ്പ്.